കോഴിക്കോട് മുക്കത്ത് വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട റോഡിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് യുവാവിന് പരുക്ക്. ബസ് പോകുന്നതിനിടെ കല്ല് തെറിച്ച് വ്യാപാര സ്ഥാപനത്തിന്റെ ചില്ല് തകർന്നാണ് അപകടമുണ്ടായത്. മുക്കത്തെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ കഴുത്തിനാണ് മുറിവേറ്റത്. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, വലിയ ആഴത്തിലുള്ള മുറിവാണോ? വിശദാംശങ്ങൾ. അനുജ, അതായത് ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് മുക്കത്താണ് ഈ സംഭവം. അതായത് ഒപ്റ്റിക്കൽ ഷോപ്പിലെ ജീവനക്കാരനാണ് ഈ യുവാവിന്റെ പേര് കുനിയിൽ സ്വദേശി അർഷാദ് എന്നാണ്. ഈ യുവാവ് ഈ കടയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അതുവഴി ഒരു ബസ് പോകുന്നത്. ആ ബസ് പോകുന്ന സമയത്ത് അവിടെ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വലിക്കാനായിട്ട് കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ കല്ലാണ് തെറിച്ച് ഈ കടയുടെ ഷോപ്പിന്റെ ചില്ല് തകർത്ത് അകത്ത് പ്രവേശിക്കുകയും ഇയാളുടെ, അതായത് ഈ അർഷാദിന്റെ കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. ഈ വാട്ടർ അതോറിറ്റി ആദ്യം മുതലേ അവിടെ പൈപ്പിന് വേണ്ടി ഈ കുഴി എടുത്ത സമയത്തെ നാട്ടുകാർ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും അവിടെ വേഗം തന്നെ ഈ കുഴി മൂടാനും അതുപോലെ തന്നെ അവിടെ പഴയ രീതിയിലേക്ക് ആക്കാനും ഒക്കെ തന്നെ ആ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിന് തൊട്ടു പുറകെയാണ് ഇപ്പോൾ ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും യുവാവിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുകയാണ്. അനുജ, ശരി, ഇപ്പോൾ ഈ പരിക്കേറ്റ യുവാവിന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കേൾക്കാം. മുക്കം ബൈപ്പാസിൽ എൻ്റെ ഷോപ്പിൻ്റെ മുന്നിലായിട്ട് വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ് നിരന്തരം പാസ് ചെയ്യുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു കല്ല് ഷോപ്പിലേക്ക് തെറിച്ച് എൻ്റെ ശരീരത്തിലെ തലക്കും ഈ ഭാഗത്തായിട്ട് ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് എന്നും ആ കല്ല് അവിടെ നിന്ന് മാറ്റലാണ് ഉണ്ടാകല്. അപ്പോൾ ഷോപ്പിൻ്റെ മുന്നിലായിട്ട് ഒരു യാത്രക്കാരനുണ്ടായിരുന്നു. ആ യാത്രക്കാരൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനും പരിക്ക് പറ്റുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.